ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇന്നലെ AKG സെന്ററിൽ ബിനോയ് വിശ്വവും പിണറായി വിജയനും MV ഗോവിന്ദനും തമ്മിൽ കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ CPIക്ക് നൽകിയ ഉറപ്പുകളിലൊന്നായിരുന്നു പൂരം കലക്കലിൽ തുടരന്വേഷണം നടത്താനുള്ള തീരുമാനമുണ്ടാകും. അത് പുനരന്വേഷണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ തുടരന്വേഷണം നടത്താനുള്ള മന്ത്രിസഭയിൽ തീരുമാനമായിരിക്കുന്നു എന്നുള്ള വിവരം കൂടി വരികയാണ്. അമൽ തേനംപറമ്പിലുണ്ട്. അമൽ, ഒടുവിൽ മന്ത്രിസഭയിൽ അതിൽ ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു അല്ലേ? CPIയുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുകയാണ്, മുഖ്യമന്ത്രി വഴങ്ങുകയാണ്. ക്യാബിനറ്റ് യോഗം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നോർത്ത് ബ്ലോക്കിന്റെ 3ാമത്തെ നിലയിൽ അവസാനിച്ചിരിക്കുന്നു. ആ ക്യാബിനറ്റിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് ADGP സമർപ്പിച്ച റിപ്പോർട്ടിനെ സർക്കാർ ഗൗരവത്തിലെടുക്കുന്നില്ല എന്നത് മാത്രമല്ല, ആ വിഷയത്തിൽ മറ്റൊരു അന്വേഷണത്തിനുള്ള തീരുമാനം, തുടരന്വേഷണത്തിനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ്. ഏത് തലത്തിലുള്ള അന്വേഷണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്ന വാർത്താസമ്മേളനത്തിൽ, ഇനിയിപ്പോൾ അധികം സമയമില്ല, 11:30 ആദ്യം പറഞ്ഞിരുന്നത് 11 മണിയാണ്, പിന്നീട് വാർത്താസമ്മേളനം 11:30ക്ക് മാറ്റുകയായിരുന്നു. ഇനിയിപ്പോൾ 11:30 എന്നുള്ള സമയത്ത് 2 മിനിറ്റ് പുനരന്വേഷണത്തിന് ധാരണയുണ്ടെന്നുള്ളതായിരുന്നു ഇന്നലെ വന്നിട്ടുള്ള വിവരം. പക്ഷേ പുനരന്വേഷണമല്ല, തുടരന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. ADGP സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി പരിഗണിച്ച്, അതിനെ പൂർണ്ണമായും എല്ലാ വിഷയങ്ങളും തള്ളിക്കളയുന്നില്ല, പക്ഷേ ADGPക്ക് അടക്കം സംഭവിച്ച വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി DGP ഒരു വിയോജനക്കുറിപ്പോട് കൂടിയാണ് ആ റിപ്പോർട്ട് ADGP MR രാജകുമാർ സർക്കാരിന് സമർപ്പിച്ച DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ട് പിന്നീട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത്, ആഭ്യന്തര വകുപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട്, എന്നാൽ പൂർണ്ണമായും അത് വിശ്വാസത്തിലെടുക്കാതെ ADGPയുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചകൾ കൂടി അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് തരത്തിലുള്ള അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണമാണോ, അല്ലെങ്കിൽ പ്രതിപക്ഷം ഒക്കെ ആവശ്യപ്പെട്ടതുപോലെ ഒരു ജുഡീഷ്യൽ അന്വേഷണമാണോ, അതോ ഇനിയിപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണോ സർക്കാർ പോകുന്നത്? ആ കാര്യത്തിലെല്ലാം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കകം തന്നെ മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു അന്വേഷണ സംഘം ഏത് തരത്തിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വരവിനായി നമ്മൾ കാത്തു നിൽക്കുന്നു. ഇതിപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന മീഡിയ റൂമിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയങ്ങൾക്കകം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് മുൻപ് 11 മണിക്ക് വാർത്താ സമ്മേളനം തുടങ്ങുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നതെങ്കിൽ അല്പം മുമ്പ് PM മനോജ് ഇവിടേക്ക് എത്തി. വാർത്താ സമ്മേളനം കുറച്ച് വൈകും. മന്ത്രിസഭാ യോഗം തുടരുകയാണ്.